തൻ്റെ കുഗ്രാമത്തിൽ നിന്ന് അധികമൊന്നും അകലെയല്ലാത്ത ആ പർവ്വതം ഒന്ന് കയറുക എന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വലിയൊരു അഭിലാഷമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ആ പർവ്വതത്തിന് നേരെ അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കും. താൻ പണിയെടുക്കുന്ന പാടം, താൻ പണിയെടുക്കുന്ന കൃഷിസ്ഥലം, ഇതിനെല്ലാം അപ്പുറത്ത് മനോഹരമായ ആ ഒരു പർവ്വതത്തിന് മുകളിലേക്ക് ആ നാട്ടിൽ അറിയപ്പെടുന്ന വളരെ ചുരുക്കം ഗുരുക്കൾ മാത്രമാണ് ഇതുവരെ കയറിപ്പോയിട്ടുള്ളത്. ഒരിക്കലെങ്കിലും, ഒരു തവണയെങ്കിലും തൻ്റെ ജീവിതത്തിൽ ആ പർവ്വതത്തിന് മുകളിൽ എത്തണം എന്ന് അദ്ദേഹം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നല്ല ചൂടുള്ള പകലുകളിൽ ഒരിക്കലും തനിക്ക് ആ പർവ്വതത്തിന് മുകളിലേക്ക് കയറാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ മനസ്സിലൊരു തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് ആ പർവ്വതത്തിന് നേരെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. കയ്യിലൊരു ചെറിയ റാന്തലുണ്ട്. റാന്തൽ ഇങ്ങനെ മെരിഞ്ഞ് കത്തുന്നുണ്ട്. ഈ റാന്തലുമായിട്ട് ആ പർവ്വതത്തിന് മുകളിലേക്ക് കയറുക എന്ന ഉറച്ച തീരുമാനത്തോടെ, ഉറച്ച കാൽവെപ്പുകളോടെ അദ്ദേഹം ആ പർവ്വതത്തിൻ്റെ അടിഭാഗത്തെത്തുകയാണ്. നല്ല ഇരുട്ടുള്ള രാത്രിയാണ്. ഈ പർവ്വതം, ഈ രാത്രിയല്ലാതെ ഒരു പകൽ തനിക്ക് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ കയറുക എന്നത് അപ്രാപ്യമാണ്, അസാധ്യമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം നല്ല ചൂടുള്ള പകലുകളാണ്. അതുകൊണ്ട് ഈ രാത്രി മാത്രമാണ് തൻ്റെ മുന്നിലുള്ളത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി തുടങ്ങുകയാണ്. ഇരുട്ടിങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത പേടി വരികയാണ്. തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ? താനൊരു കർഷകനാണ്. തൻ്റെ കർഷക കുടുംബത്തിൽ പിഞ്ചു മക്കളുണ്ട്. അവരുടെ എല്ലാം റെസ്പോൺസിബിലിറ്റി തൻ്റെ തലയിലാണ്. തനിക്ക് ഈ യാത്രയിൽ, ഈ ഒരു പർവ്വതാരോഹണ ശ്രമത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തൻ്റെ കുടുംബം അനാഥരാകുമെന്ന് ചിന്തിച്ച് അദ്ദേഹം ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് മുകളിലേക്കുള്ള ഓരോ കാലടികളും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ട് കൂടുകയാണ്. അവസാനം അദ്ദേഹം മുന്നോട്ട് പോകാൻ കഴിയാതെ ആ പർവ്വതത്തിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ കല്ലിലിങ്ങനെ തല വെച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പടുവൃദ്ധനായ, വയോധികനായ ഒരാൾ കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ തൻ്റെ കയ്യിലുള്ളതിനേക്കാളും വളരെ കുറച്ച് മാത്രം പ്രകാശം പരത്തുന്ന ചെറിയൊരു വിളക്ക് മാത്രമാണ്. അദ്ദേഹം ഈ വിളക്കുമായിട്ട് ഒരു പേടിയില്ലാതെ ഈ പർവ്വതത്തിന് മുകളിലേക്ക് കയറുന്നത് നമ്മുടെ കഥാനായകനായ ഈ കർഷകൻ കാണുകയാണ്. കർഷകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നത്? നിങ്ങൾ അത്രയൊന്നും പ്രായമില്ലാത്ത എനിക്ക് ഈ ഇരുട്ട് കണ്ട് പേടിയാവുകയാണ്. എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ? ഈ പർവ്വതത്തിലേക്കുള്ള യാത്രയിൽ, ഈ പർവ്വതം മുറിച്ചു കടക്കാനുള്ള എൻ്റെ യാത്ര ഇവിടെ സ്റ്റക്കായി പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ആത്മധൈര്യം ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഈ പർവ്വതം മുറിച്ചു കടക്കാൻ എനിക്ക് സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഈ ഗുരു 3 കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഒന്നാമതായി പറയുന്നത്, നിങ്ങൾ ഇതുവരെ നടന്ന വഴികളെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കരുത്. അവിടെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ, അവിടെ ഉണ്ടായിരുന്ന പ്രതിബന്ധങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ എല്ലാം നിങ്ങൾ മറന്നു കളയുക. നിങ്ങൾ ഇതുവരെയുള്ള വഴികളിലുണ്ടായിരുന്ന, നിങ്ങൾ എത്ര നടന്നു, എത്ര നിങ്ങൾ മുന്നോട്ട് ഗമിച്ചു എന്നതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക. അവിടെ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ നിങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കുക. രണ്ടാമതായി, ഏതിരുട്ടുള്ള രാത്രിയെയും മുറിച്ചു കടക്കാൻ നിങ്ങളുടെ കയ്യിൽ ഈ മെരിഞ്ഞു കത്തുന്ന റാന്തൽ വിളക്ക് മാത്രം മതി. ഈ റാന്തൽ വിളക്ക് എത്രത്തോളം പ്രകാശം തരുന്നുണ്ടോ അത്ര വരെ നിങ്ങൾ മുന്നോട്ട് പോവുക. അവിടെ എത്തുമ്പോൾ ആ റാന്തൽ വിളക്ക് വീണ്ടും മുന്നിലേക്ക് നിങ്ങൾക്ക് പ്രകാശം തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഭൂമി മുഴുവൻ മറികടക്കാനും ഈ ഒരൊറ്റ റാന്തൽ വിളക്ക് മതി. അതുകൊണ്ട് ഇതിൽ വെളിച്ചമില്ലാത്തതിൻ്റെ പേടി വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ യാത്ര ഉപേക്ഷിക്കാതിരിക്കുക. മൂന്നാമതായി, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന മനസ്സിലുള്ള സങ്കല്പങ്ങൾ മാറ്റിവെക്കുക. സങ്കല്പങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. കാരണം യാത്ര തുടങ്ങിയവർ മാത്രമേ ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടുള്ളൂ. ഓരോ യാത്രകൾക്കും പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, ഓരോ യാത്രകൾക്കും പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം, പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ നിങ്ങൾ യാത്ര തുടങ്ങിയാൽ മാത്രമേ ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടന്ന് നിങ്ങളുടെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയുള്ളൂ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഈ പർവ്വതം മുറിച്ച് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഈ ഗുരു പറഞ്ഞു പോയി. അദ്ദേഹം നിഷ്പ്രയാസം ഈ പർവ്വതം മറികടക്കുകയും ചെയ്തു. നമ്മളിൽ പലരും ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട 3 കാര്യങ്ങളാണ് ഈ കർഷകനോട് ഗുരു പറഞ്ഞത്. ഒന്നാമതായി, നമ്മൾ നടന്ന വഴികൾ. UGC നെറ്റ് ഓർ JRF എന്ന് പറയുന്ന വലിയ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എത്ര യാത്ര ചെയ്തു. ഈ യാത്രയിൽ നമ്മൾ എത്രയോ രാത്രികൾ ഉറക്കമൊഴിച്ചു. നമ്മൾ എത്രയോ ദിവസങ്ങൾ
നമ്മുടെ മറ്റുള്ള എല്ലാ പ്രയോറിറ്റീസും മറികടന്നുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പൊരുതി. നമ്മളിപ്പോൾ എവിടെ എത്തി? ഈ യാത്രയിൽ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ നേരിട്ടു? അതെല്ലാം മറികടക്കേണ്ട, അല്ലെങ്കിൽ അതെല്ലാം മറക്കേണ്ട സമയമായിരിക്കുന്നു ഇപ്പോൾ. നമ്മളൊരു അനിശ്ചിതത്വത്തിൻ്റെ മുനമ്പിലാണ്. ഈ അനിശ്ചിതത്വത്തിൻ്റെ മുനമ്പിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള മോട്ടിവേഷൻ എന്ന, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധമെന്ന ആ ഒരു ചിരാത് വിളക്ക്, ആ ഒരു റാന്തൽ വിളക്ക്, അത് ഏറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളുടെ ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ കയ്യിലുള്ള ചിരാത് വിളക്ക് കെടാതെ സൂക്ഷിക്കുകയും അത് പ്രകാശം തരുന്നിടത്തേക്ക് നമ്മൾ യാത്ര പോവുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു യാത്ര നമ്മളുടെ ടെക്നിക്കലി NTA-ക്കോ അതല്ലെങ്കിൽ എക്സാം നടത്തുന്ന ബോഡിക്കോ എന്ത് തന്നെ സംഭവിച്ചാലും, അവരിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകൾ കൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. നമ്മൾ ഇനി ഒരിക്കലും എക്സാം എഴുതിയത് കൊണ്ട് കാര്യമില്ല എന്ന് സങ്കല്പിക്കരുത്. മൂന്നാമതായി ഗുരു പറഞ്ഞത് അതാണ്. നമ്മൾ സങ്കല്പിക്കുന്നതിന് പകരം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. കാരണം പ്രവർത്തനമില്ലാതെ ഒരിക്കലും നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് UGC നെറ്റ് ആൻഡ് JRF ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തുകൊണ്ട് ഏറ്റവും ക്രൂഷ്യലായ ഒരു സമയമാണിത്. ഇനി എന്നാണ് പരീക്ഷ വരുന്നത്, ഇനി പരീക്ഷ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ എയറിൽ നടക്കുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് ഓർത്തു വെക്കാം. ഒന്നാമതായി, ഇതുവരെ നമ്മൾ വന്നത് ഒരുപാട് പ്രയാസത്തോടെയാണ്. ആ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ്. ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും കുറച്ചു കാലം കൂടി ഒരു പക്ഷേ നമ്മോടൊപ്പം ഉണ്ടായേക്കാം. നമ്മൾ ഈ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്യാനുള്ള അർപ്പണ ബോധത്തോടെ നമ്മൾ തയ്യാറെടുക്കണം. രണ്ടാമതായി, നമ്മൾ ഇത്രയും കാലം നേടിയ അറിവിൻ്റെ ഒരു റാന്തൽ വിളക്ക് നമ്മോടൊപ്പമുണ്ട്. നമ്മൾ ആ റാന്തൽ വിളക്കിന് ചുറ്റും യാത്ര തുടരാൻ തന്നെ തീരുമാനിക്കുകയാണ്. മൂന്നാമതായി, നമ്മൾ ഇനി എന്ത് സംഭവിക്കും? നമ്മൾക്ക് നെറ്റ് ഓർ JRF എന്ന് പറയുന്നത് ഇനി ഒരിക്കലും കിട്ടില്ല. ഒരു പക്ഷേ 1 or 2 തവണ പരാജയപ്പെട്ട്, അല്ലെങ്കിൽ 3 or 4 തവണ പരാജയപ്പെട്ട് കഴിഞ്ഞ എക്സാമിൽ നന്നായിട്ട് എക്സാം എഴുതാൻ സാധിച്ചു, നന്നായിട്ട് വിജയിക്കുമെന്ന ഒരു വലിയ സ്വപ്നവും ഉണ്ടായിരുന്നു. JRF ഒക്കെ ക്വാളിഫൈ ചെയ്യുമെന്ന് ആഗ്രഹിച്ചിരുന്നു. അവിടെയാണ് എക്സാം ക്യാൻസൽ ചെയ്തത് എന്ന ന്യൂസ് കേൾക്കുന്നത്. ഇനി ഞാൻ എക്സാം എഴുതിയാൽ ഇതുപോലെ ക്വാളിഫൈ ചെയ്യാൻ കഴിയുമോ എന്നൊരു സങ്കല്പം നമ്മൾ വിട പറയണം. ആ സങ്കല്പങ്ങളോട് നമ്മൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരണം. തീർച്ചയായും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്ന നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്. അടുത്തൊരു പരീക്ഷ ഉണ്ട് എന്ന കാര്യവും സുതരാം വ്യക്തമായതാണ്. അത് ഈ മാസമാണോ അടുത്ത മാസമാണോ എന്ന ചർച്ചയ്ക്ക് പകരം നമുക്ക് നമ്മളുടെ പഠനത്തിൽ കേന്ദ്രീകരിക്കാം. നമ്മളുടെ സങ്കല്പങ്ങൾക്ക് വിട നൽകിയിട്ട് നമ്മൾ ഒരു കൃത്യമായ റിയാലിറ്റിയുടെ ലോകത്തേക്ക് തിരിച്ചു വന്ന് നമ്മൾ വീണ്ടും ശ്രമത്തിലേക്ക് പോവുക. തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ നമുക്ക് വിജയിക്കാൻ കഴിയും. നമ്മുടെ യാത്രയിൽ നമ്മളുടെ റാന്തൽ വിളക്ക് എവിടെ വരെ എത്തുന്നു അതുവരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. ഈ മുന്നോട്ടുള്ള യാത്ര ഫലം കിട്ടുന്നത് വരെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും.